അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അല്ലേ വന്ന് പറഞ്ഞത്? ഹബീബായ തങ്ങളുടെ മുമ്പിലേക്ക് വന്നപ്പോ നബി തങ്ങൾ ചോദിച്ചു, യാ അലി ജിഇത ഖാതിബാ, അലിയാരെ നിങ്ങൾ കല്യാണം ആലോചിക്കാൻ വന്നതാണോ? നഅം യാ റസൂലല്ലാഹ്. ആദ്യമൊന്നും പറഞ്ഞു കൊടുത്തില്ല എന്താണ് കാരണമെന്ന്. എന്തേ വന്നു? ഒന്നുമില്ല നബിയെ. എന്തിനെ വന്നത്? ഒന്നുമില്ല നബിയെ. തങ്ങളുടെ മറുപടി വന്നു, ജിഇത ഖാതിബാ, എന്റെ പ്രിയപ്പെട്ട മോൾ ഫാത്തിമയെ കല്യാണം കഴിക്കാൻ ആലോചിച്ചു വന്നതാണോ? നഅം യാ റസൂലല്ലാഹ്. അതേ നബിയെ. തങ്ങളുടെ അടുത്ത ചോദ്യം, മഹറുണ്ടോ? ജോലിയുണ്ടോ, വിസ കിട്ടിയോ എന്നല്ല ചോദിക്കുന്നത്. എന്താണ്? മഹർ കൊടുക്കാൻ വകുപ്പുണ്ടോ? എത്ര മതി? മഹർ കൊടുക്കാനുണ്ടോ? ഇല്ല നബിയെ, ഒന്നുമില്ല. എന്റെ ആഗ്രഹം അങ്ങയുടെ മോളെ കല്യാണം കഴിക്കണമെന്നാണ്. അലിയാരെ ഐന ദിർഉക്, നിങ്ങളുടെ പടയെങ്കി എവിടെ? നിങ്ങളുടെ ഇരുമ്പിന്റെ പടയെങ്കി എവിടെ? അതിനെന്ത് കിട്ടും നബിയെ? എന്ത് കിട്ടിയാലും അങ്ങ് വാങ്ങിച്ചുവാ. 400 ദിർഹം വെള്ളി നാണയമാണ് ദിർഹം, ദീനാറാണ് സ്വർണ്ണ നാണയമെന്ന്. 400 ദിർഹം കിട്ടി. നബി തങ്ങൾ പറഞ്ഞു, അലിയാരെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചോളൂ, മഹറും കൊടുത്തോളൂ. ഫാത്തിമാക്ക് അല്ലാഹുവിന്റെ ഹബീബ് വിവാഹം ചെയ്തു കൊടുക്കുകയാണ്. സവ്വജ്തുക ബിൻതി ഫാത്തിമ, എന്റെ മോൾ ഫാത്തിമയെ അലിയാരെ നിങ്ങൾക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തന്നിരിക്കുന്നു എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബ്രോക്കർക്ക് കാശ് കൊടുക്കേണ്ടി വന്നിട്ടില്ല. ബ്രോക്കറേജ് ഉണ്ടാ? ഇല്ല. വളരെ മനോഹരമായി ഹബീബിന്റെ മുമ്പിൽ നടന്ന വിവാഹമാണ്. ഹബീബിന്റെ പൊന്നുമോളെ എങ്ങനെയാണ് ഹബീബ് കയ്യിലേൽപ്പിച്ചത് എന്ന് പഠിപ്പിക്കുകയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു ചരിത്രം ഒരു പക്ഷേ നമ്മൾ കേട്ടതാവാം. പക്ഷേ ഇന്ന് നമ്മൾ നടത്തുന്ന ആഭാസങ്ങളൊന്ന് തെറ്റിച്ചു നോക്കുമ്പോഴാ എത്ര ദൂരെയാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഹൈവേയിൽ നിന്ന് എത്ര ദൂരെയാണ് നമ്മൾ നേർക്കുനേരെ പോവേണ്ട റൂട്ടിൽ നിന്ന് വഴിതെറ്റി ഏതോ ലോകത്തൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ മുമ്പിൽ നിക്കാഹ് നടക്കുന്നു. പ്രിയപ്പെട്ട മോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ഏൽപ്പിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ വിവാഹം നടക്കുന്ന ആദ്യത്തെ ദിവസമാണത്. യാ അലിയു യാ ഫാത്തിമ, അലിയായ ഫാത്തിമ, ലാ തുഹ്ദിഥാ ശൈഅൻ ഹത്താ ആതീകുമാ, ഞാൻ വരുന്നത് വരെ നിങ്ങൾ ഉറങ്ങരുത്, എന്നെ കാത്തിരിക്കണം, ഞാൻ രാത്രി വീട്ടിലേക്ക് വരാം. വിവാഹം കഴിഞ്ഞു അന്നത്തെ ദിവസം. എത്ര സിമ്പിളാണ്. ഖൈബറിൽ മുത്തുനബി തങ്ങൾ സഫിയ റളിയല്ലാഹു അൻഹ വിവാഹം ചെയ്ത് അങ്ങനെയായിരുന്നു. സഫിയ ബിൻത് ഹുയൈ റളിയല്ലാഹു അൻഹ, അവരുടെ വാപ്പ ജൂതനായിരുന്നു. സഫിയ ബീബി ജൂതമതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന മഹദിയാണ്. സഫിയ റളിയല്ലാഹു അൻഹയെ നബി തങ്ങൾ വിവാഹം ചെയ്ത് ഖൈബറിൽ വെച്ചാണ്. നിക്കാഹ് നടന്നപ്പോ സദ്യ വേണ്ടേ നബിയെ? വേണം, സദ്യ വേണം, സദ്യ വേണം. നബി തങ്ങൾ ആരുടെ കയ്യിൽ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടെങ്കിൽ കൊണ്ടുവരണേ എന്ന് പറയാ. ഹബീബിന്റെ കല്യാണമാണത്. എല്ലാരും കാരക്ക കൊണ്ടുവന്നു. ആരോ കുറച്ചാൾ കുറച്ച് നെയ്യും. അത് ഒരു മൃഗത്തിന്റെ തോലുണ്ടായിരുന്നു. അവർ സുപ്ര വിരിക്കുന്ന പോലെ വിരിക്കുന്ന ഒരു വസ്ത്രത്തിൽ വിരിച്ചിട്ട് കാരക്കയും കുറച്ച് നെയ്യും അവിടെ വെച്ചു. കാരക്ക ഓരോരുത്തരെടുത്ത് തിന്നാൻ തുടങ്ങി. ആ സുപ്രക്ക് ചുറ്റും ആളുകൾ ഇരിക്കാൻ തുടങ്ങി. തങ്ങൾ പറഞ്ഞു, വിളിച്ചോളൂ, വിളിച്ചോളൂ, എല്ലാവരെയും വിളിച്ചോളൂ, വിവാഹത്തിന്റെ സദ്യയാണെന്ന് പറഞ്ഞ് ഓരോരുത്തരെയും വിളിച്ചുകൊണ്ടുവന്നു. എല്ലാവരും വന്നു. അനസ് റളിയല്ലാഹു അൻഹു ഖാദിമു റസൂലില്ലാഹ്, നബി തങ്ങളുടെ ഖാദിം പറയുന്നു, ഞങ്ങൾ 400 പേരെന്നുണ്ടായിരുന്നു. ഖൈബർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. 400 പേർ ഞങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവർക്കും ഭക്ഷണം അവിടെ തികഞ്ഞു എന്നതാണ് അത്ഭുതം. അത് ഹബീബിന്റെ മുഅ്ജിസത്തായിരുന്നു. അല്ലാഹു നൽകുന്ന മിറക്കിൾസ്, അല്ലാഹു നൽകുന്ന മഹാത്ഭുതങ്ങൾ. 400 ആൾക്ക് കുറഞ്ഞ കാരക്ക മതി. കാരക്കയും നെയ്യും ഇതായിരുന്നു ഹബീബിന്റെ കല്യാണത്തിന്റെ വിഭവം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൈനബ് റളിയല്ലാഹു അൻഹയെ, സൈനബ് ബീവിയെ കല്യാണം കഴിച്ചപ്പോഴാ ഹബീബായ തങ്ങൾ പൊടിപൊടിച്ച കല്യാണ സദ്യ ഉണ്ടാക്കിയത്. എത്രയെന്നറിയോ? ശാതൻ, ഒരാടർത്തു. ഒറ്റാട്. അതാണ് ഏറ്റവും ഗംഭീരമായ ഹബീബിന്റെ വിവാഹ സദ്യ. സൈനബ് റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചപ്പോഴാണ് ഒരാടർത്തത്. ഹബീബായ തങ്ങൾക്കത് ഇഷ്ടമായിരുന്നു. ഔലിം വലൗ ബിശാ, ഞങ്ങൾ പറയും കല്യാണം കഴിഞ്ഞാൽ, നിക്കാഹ് കഴിഞ്ഞാൽ തന്നെ വിവാഹ സദ്യ കൊടുക്കാം. അല്ല, ഏറ്റവും പുണ്യമായ സമയം, ശ്രേഷ്ഠമായ സമയം ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഒരു രാത്രി താമസിച്ചതിന്റെ ശേഷമാണ്. പക്ഷെ അതിന്റെ മുമ്പും കൊടുക്കാം, ശേഷം കൊടുക്കാം. അതിലൊന്നും ഉലമാ ഒരു വിരോധം പറഞ്ഞിട്ടില്ല. കാരണം അത് അതിന്റെ അരികത്ത് തന്നെയല്ലേ, കുഴപ്പമില്ല. നമ്മുടെ നാട്ടിൽ നടക്കുന്ന തെറ്റാണ് എന്നൊന്നും പറയാൻ പറ്റില്ല, കുഴപ്പമില്ല. പക്ഷേ പുണ്യമായത് എങ്ങനെയാ? ഭാര്യയും ഭർത്താവും ഒരു ദിവസമെങ്കിലും, ഒരു രാത്രി കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം
വലീമത്തിന്റെ ഭക്ഷണം കൊടുക്കും, തലേന്ന് കൊടുക്കാം, നിക്കാഹ് കഴിഞ്ഞ് എപ്പോഴും കൊടുക്കാം, ഒരുമിച്ച് താമസിച്ചു കഴിഞ്ഞ് എപ്പോഴും കൊടുക്കാം, അന്ന് തന്നെ ആവണം നിർബന്ധമില്ല. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മദീനയിൽ വന്നപ്പോ ഡ്രസ്സിലൊരു മഞ്ഞ നിറം കണ്ടു. അന്ന് അത്ര പൂശുമ്പോൾ ഒരു മഞ്ഞ നിറം വരും. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, കണ്ടപ്പോഴേ ചോദിച്ചു, ഇത് പുതിയാപ്പിളമാർ ഉപയോഗിക്കുന്ന അത്തറാണ്. അപ്പൊ തങ്ങൾ ചോദിച്ചു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് അതസവ്വജ്ത, കല്യാണം കഴിച്ചോ? ആ നബിയെ, ഇന്നലെ കല്യാണം കഴിഞ്ഞു. ആലോചിക്കണം, മദീന എന്നത് ചെറിയൊരു സ്ഥലമാണ്, വളരെ ചെറിയ സ്ഥലമാണ്. നമ്മൾ കാസർഗോഡ് ബസ് സ്റ്റാൻഡ് മുതൽ ഇത്രക്ക് വരെ ഉണ്ടാവില്ല മദീന. അന്നത്തെ മദീന വളരെ ചെറുതാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ അന്ന് മറവ് ചെയ്തത് മദീനക്ക് പുറത്തായിരുന്നു. ഇന്ന് ജന്നത്തുൽ ബഖീഇന്റെ മധ്യത്തിൽ കാണും ഉസ്മാൻ തങ്ങളുടെ ഖബർ. മദീനത്ത് പോയവർ കാണാൻ പറ്റും. ജന്നത്തുൽ ബഖീഇന്റെ മധ്യം കഴിഞ്ഞാൽ ഇടത് ഭാഗത്ത് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു. അന്ന് അവരെ മറവ് ചെയ്തപ്പോ അന്നത്തെ രാഷ്ട്രീയ കൊലപാതകത്തിന്റെ ആളുകൾ മഹാനവറുകളെ വധിക്കുകയും അവരുടെ മയ്യത്ത് പോലും ബഖീയിൽ മറവ് ചെയ്യാൻ വിടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ബഖീന്റെ പുറത്താണ് മറവ് ചെയ്തത് കിതാബുകൾ കാണാൻ പറ്റും. പിന്നീട് ബഖീയെ വികസിപ്പിക്കുകയാണ് ഉണ്ടായത്. അത് മദീനക്ക് പുറത്താണ്. അതിപ്പോ മദീന പള്ളിയിൽ എത്ര കുറച്ചുള്ളൂ. മദീനയിൽ ഹബീബിന്റെ കൂടെ താമസിക്കുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചപ്പോ നബി തങ്ങൾ അറിഞ്ഞിട്ടില്ല. തങ്ങൾ ചോദിച്ചു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫേ കല്യാണം കഴിഞ്ഞോ? ആ കഴിഞ്ഞു. അത്തറിന്റെ അടയാളം കണ്ടു എന്നാണ് തങ്ങൾ പറഞ്ഞു. ഔലിം വലൗ ബിശാ, ഒരാടെങ്കിലും അറുത്തിട്ട് നല്ല സദ്യ കൊടുക്കുക ആൾക്കാരെ വിളിച്ചിട്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വിവാഹ സദ്യ ചെയ്തു, ഒരാടറുത്തിട്ട്. അപ്പൊ മാംസം കൊടുക്കൽ സുന്നത്താണ് പറ്റുന്ന ആളുകൾക്ക്. ഒരുപാട് അതിഥികളെ വിളിക്കാം, ഇതൊക്കെ സുന്നത്ത. അതിഥികൾക്ക് നല്ല ഭക്ഷണം കൊടുക്കാം, പക്ഷേ ധൂർത്ത് ചെയ്തുകൂടാ. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനശ്ശയാത്വീൻ, ധൂർത്ത് ചെയ്യുന്ന ആളുകൾ പിശാചുക്കളുടെ കൂട്ടുകാരാണെന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ ഖുർആൻ ഓതി പഠിപ്പിച്ചിട്ടുണ്ട്. പിശാചുക്കളുടെ കൂട്ടുകാരാണ്, ധൂർത്ത് ചെയ്തുകൂടാ. എമ്പാടും മനുഷ്യൻ സമ്പാദിച്ച സമ്പാദ്യം മുഴുവനും വിവാഹം നടക്കുന്ന സ്വന്തം മോളിന്റെയോ മോന്റെ വിവാഹം നടക്കുമ്പോ അന്ന് ആളുകളുടെ കണ്ണ് തള്ളിക്കാൻ വേണ്ടി, ഞെട്ടിക്കാൻ വേണ്ടി, തോന്നി കാസർഗോഡ് നിന്ന് ഞെട്ടുക എന്ന് പറഞ്ഞാൽ ആ പൾസൊക്കെ പോയിട്ടുണ്ടാവും, ഞെട്ടണ ഞരമ്പൊക്കെ പോയി ഔട്ടായിട്ടുണ്ടാവും. എത്ര ഞെട്ടൽ ഞെട്ടിക്കഴിഞ്ഞപ്പോ ഞെട്ടിട്ടേ തരിപ്പ് പോവെന്നൊക്കെ പറഞ്ഞില്ലേ, ഇനിയിപ്പോ ഞെട്ടലൊന്നും ഉണ്ടാവില്ല. ഓരോരുത്തരും അങ്ങ് ഞെട്ടിക്ക് തന്നെയാണ്. കല്യാണം അങ്ങോട്ട് ഗംഭീരാക്കിയിട്ടേ ഇനി നമുക്ക് ആ ഏർപ്പാട് നിർത്തല്ലേ. ഞെട്ടലൊക്കെ എല്ലാവരും ഞെട്ടിക്കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാ, വളരെ സിമ്പിളായിട്ട് നല്ല ഒതുങ്ങിയ ഭക്ഷണം തിന്നാൻ പറ്റുന്നത്. 4 ആൾക്കൊക്കെ ഒരു ആട് വെച്ചുകൊടുത്ത് ഇപ്പുറത്ത് കുറച്ച് ചിക്കനും കുറച്ച് ആകോലി മീന് ചുട്ടതും അല്ലാത്തതും ഇലയിലും. ഇതൊക്കെ ആരാ തിന്നുന്നത്? തിന്നാൻ കഴിയോ? ഇല്ല. അപ്പൊ ഇങ്ങനെ ഫോട്ടോ എടുത്ത് വിടുകയാണ്. എന്റെ പല്ല് കുത്തി കുട്ടികൾ ഇറങ്ങി പോവാണ്. ഓ കുഴപ്പമില്ലട്ടാ. വേറെ സ്ഥലത്ത് പോയിട്ട് പറയാണ് അവിടുത്തെ അത്ര ആയിട്ടില്ല, അതൊക്കെ ഫ്രീ ആണ്, അതങ്ങനെ കുറ്റം പറഞ്ഞു നടക്കും. അപ്പോ മനുഷ്യന്മാർക്ക് തിന്നാൻ പറ്റണില്ല. എല്ലാവർക്കും കൊളസ്ട്രോളും പ്രഷറുമാണ്. എന്നൊക്കെ വെജിറ്റബിൾ ഉണ്ടോ എന്ന് ചോദിക്കില്ല അഭിമാനമായി മാറി. സാമ്പാറും ചോറൊക്കെ ഉണ്ടോ എന്നൊരു VIP ചോദ്യമാണ് ഇപ്പോ. കാരണം മുതലാളിമാർക്ക് അതൊക്കെ വേണ്ടു. കാരണം ഒരുവിധ ആൾക്കാർക്കൊന്നും വയ്യ, എന്നാൻ വയ്യ. ഇത് എന്തിനാ നമ്മൾ വെച്ചുകൂട്ടി? കുറെ ജീവികളെ ആടിനിറക്കേണ്ട ജീവുള്ള സാധനമല്ലേ അത്? ജീവനുള്ളതല്ലേ അള്ളാഹു നമുക്ക് ഭക്ഷണമായി തന്നത്. ബിസ്മില്ലാഹി, അള്ളാഹുന്റെ നാമം ഉച്ചരിച്ച് അള്ളാഹുവെ നീ കൊടുത്ത ജീവൻ ഞങ്ങൾ എടുക്കാൻ, എന്തിന് നീ ഭക്ഷണമായി ഉപയോഗിച്ചോളൂന്ന് അള്ളാഹുവെ നീ സമ്മതം തന്നില്ലേ, അതുകൊണ്ട് ഇറക്കാൻ. മൃഗത്തോട് ദേഷ്യം ഉണ്ടായിട്ടല്ല അങ്ങനെ നമ്മൾ ഇറക്കണത്. അതൊക്കെ എത്രയോ ചവറ്റുകൊട്ടയിലേക്ക് നമ്മൾ എറിയാൻ അള്ളാഹുവിന്റെ മുമ്പിൽ ചെല്ലുമ്പോ പിശാചുക്കളെ അള്ളാഹു തആല ചങ്ങലകളിൽ ബന്ധിച്ചു കൊണ്ടുവരുമെന്നാണ്. പിശാചിന്റെ കൂട്ടുകാരും അങ്ങനെ തന്നെ. എന്തിനെ? ധൂർത്ത് ചെയ്തതിന്റെ പേരിൽ. അങ്ങനെ നിങ്ങൾ ചെയ്യല്ലേ എന്ന് പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അലി റളിയല്ലാഹു അൻഹുവിന്റെ കല്യാണം നടക്കുന്ന അന്നത്തെ ദിവസം എന്റെ മുഅ്മിനീങ്ങളെ ആലോചിക്കണമേ. നമ്മൾ ചിന്തിക്കുക എത്ര സിമ്പിളാണ് അല്ലാഹുവിന്റെ ഹബീബ് നമുക്ക് പറഞ്ഞു തന്ന ഈ ഇബാദത്ത്. നമ്മള് വിവാഹങ്ങളിൽ സംബന്ധിക്കുന്നവരാണ്, സംബന്ധിക്കേണ്ടവരാണ്. വമൻ ദുഇയ ഇലാ വലീമത്തിൻ ഫലം യുജിബ് ഫഖദ് അസല്ലാഹു വറസൂലഹു എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കല്യാണത്തിന് ഒരാൾക്ക് ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് ആ ഇൻവിറ്റേഷൻ സ്വീകരിച്ചില്ലെങ്കിൽ അവർ അല്ലാഹുവിനും റസൂലിനും എതിര് ചെയ്തു എന്ന് മുത്ത് റസൂലുള്ളാഹ്. എങ്ങനെ? കല്യാണത്തിന്റെ മെസ്സേജ് നമ്മൾക്ക് ഇച്ചിരി അഹങ്കാരം കൽബിലേക്ക് വരുമ്പോഴാണ്
എന്നോട് വീട്ടിൽ വന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അഹങ്കാരമുണ്ട് എന്നതിന്റെ ഒന്നാമത്തെ അടയാളാണ്. അങ്ങനത്തെ ഒന്നും കല്യാണത്തിൽ വന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അള്ളാന്റെ സ്വർഗത്ത് കിടക്കൂല എന്നാ അഹങ്കാരം കൽബിൽ അല്പമുള്ളവര്. എന്നെ വീട്ടിൽ വന്ന് വിളിച്ചില്ല, അങ്ങാടിയിൽ കണ്ടപ്പോഴാ പറഞ്ഞത്, അല്ലെങ്കിൽ ആ വേദന വന്നപ്പോഴാ പറഞ്ഞത്, അല്ലെങ്കിൽ അവന്റെ ചെറിയ മകനെ പറഞ്ഞയച്ചിട്ടാ പറഞ്ഞയച്ചത്, ഡ്രൈവറെ അടുത്ത കല്യാണ കത്ത് കൊടുത്തുവിട്ടത്, എന്താ അവനങ്ങ് വന്നില്ലേ, എന്നെ വിളിച്ചില്ലല്ലോ, ഞാൻ അത്രയും വലിയ ആളല്ലേ. ചിന്തിക്കാൻ പാടില്ലാത്ത വിഷയമാണ് ഇതൊക്കെ. ഈഗോയാ. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. മൻ ദുഇയ ഇലാ വലീമത്തിൻ, ഹബീബായ നബി തങ്ങൾ പറയുന്നു, ഇന്നി ലഉജീബു ദഅവ വലൗ ദുഈതു ഇലാ ഖറാഅ്. ഹബീബായ തങ്ങൾ പറയുന്നു, എന്നെ ഒരു സദ്യക്ക് വിളിച്ചു എന്നിരിക്കട്ടെ, ആ വിവാഹ സദ്യയിൽ ഒരാടിന്റെ എല്ല് മാത്രം, മാംസമില്ലാത്ത കാലിന്റെ എല്ല് മാത്രം എന്ന് പറഞ്ഞ ഇറച്ചിക്കടക്കാരുണ്ടല്ലോ, മാംസമൊക്കെ വെട്ടിയിട്ട് എല്ലുണ്ട് ബാക്കി പേർക്കില്ല, വേറെ ലോറിക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ല് ട്രീറ്റ് ചെയ്യുന്നവര് കൊടുക്കാൻ, അങ്ങനത്തെ ഒരു എല്ലേ ഉള്ളൂ. എന്നിട്ട് മുത്തുനബിയെ വിളിച്ചു. പള്ളിയിൽ ഉസ്താദ് വരുമോ? എല്ലെടുത്ത് ഒരിക്കൽ പോയി പെട്ടുപോയ പിന്നെ ഓടാൻ വയ്യല്ല, അടുത്ത വിളിക്ക് വരുമോ? അള്ളാന്റെ റസൂല് പറയാ, ഞാൻ വരും, എന്നെ വിളിച്ചാ ഞാൻ വരും, എന്നെ വിളിച്ചാ ഞാൻ അതിന് ഉത്തരം തരും. വലോ ദുഈതു ഇലാ ഖറാഅ്, ഒരു എല്ലിന്റെ കഷ്ണമാണ് നിങ്ങൾ സദ്യക്ക് തന്നതെങ്കിൽ പോലും എനിക്ക് നിങ്ങളുടെ ക്ഷണം സ്വീകരിക്കൽ ഇഷ്ടമാണ്. ആരെങ്കിലും ഒരു വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടു എന്നാ ദഅവത്ത് ചെയ്യപ്പെട്ടു. ക്ഷണിക്കുന്ന സ്നേഹം കൊണ്ടാണ്, സ്നേഹം ഉണ്ടാകുമ്പോഴാണ് ക്ഷണിക്കുക. ദഅവത്ത് എന്ന വാക്കിന്റെ അർത്ഥം പോലും അതാ, സ്നേഹത്തോടെ ചെയ്യുന്ന പണി എന്നാണ്. വിവാഹത്തിന് ക്ഷണിക്കുമ്പോൾ ദഅവ എന്നാണ് പറയാ. അള്ളാന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുമ്പോഴും ദഅവ എന്നാണ് പറയാ. ദഅവത്ത് അള്ളാന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ, അള്ളാന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ ഒരു സ്നേഹം വരണം, ഫ്രണ്ട്ഷിപ്പ് വേണം, അപ്പോഴാണ് ക്ഷണിക്കുന്നത്. മുത്തുനബി തങ്ങൾ പറയാനൊരു എല്ലേ ഉള്ളൂ എങ്കിൽ തന്നെ ഞാൻ വരും. ക്ഷണം ഒരാള് നമ്മൾ അറിയിച്ചു വരണം, മതി. ഇന്നാള് തന്നെ വരണം, ഇന്ന സ്ഥലത്ത് വന്ന് തന്നെ എന്നെ വിളിക്കണം, എന്റെ വീട്ടിൽ തന്നെ വന്ന് എന്നെ വിളിക്കണം, എന്നെ ഒറ്റക്ക് തന്നെ വിളിക്കണം. ഇങ്ങനെ ചിന്തിക്കുന്നത് അഹങ്കാരമാണ്, കിബറാണ്. ലാ യദ്ഖുലുൽ ജന്ന മൻ കാന ഫീ ഖൽബിഹി ഹബ്ബതു ഖർദലിൻ മിൻ കിബ്രിൻ. അഹങ്കാരം അല്പമെങ്കിലും ഹൃദയത്തിലുള്ള ആളുകളെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന് വേണ്ട എന്ന് മഹാനായ റസൂലുള്ളാഹ്. അതുകൊണ്ട് നമ്മൾ ആ ഏർപ്പാടൊക്കെ നിർത്തണം. വിളിച്ചില്ലെങ്കിൽ എന്താ, എന്നെ വിളിക്കാൻ മറന്നതായിരിക്കും, ഞാൻ പോകാൻ മറക്കണ്ടെന്ന് വിചാരിച്ച് പോകേണ്ടവരാ സുഹൃത്തുക്കളൊക്കെ. അങ്ങനെ പോകേണ്ടത് അല്ലേ? ഇന്ന് അങ്ങനെ വിളിക്കേണ്ട ഈ പറഞ്ഞ പോളിസി ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് കോളേജ് കുട്ടികൾ മാത്രമേ ഉള്ളൂ. എന്നെ വിളിച്ചിട്ടില്ലല്ലോ, വിളിക്കാൻ മറന്നതായിരിക്കും വെച്ചിട്ട് എല്ലാ മണ്ഡപത്തിന് മുമ്പിൽ പോയിട്ട് ബൈക്ക് നിർത്തിയിട്ട് വയറ് നിറച്ച് തിന്നുപോരാ. ഓൽക്കത്തെ ഏതാ കല്യാണം, ഇവിടെ ആണാണോ പെണ്ണാണോ പെണ്ണ് കെട്ടണോ ഒന്നും അറിയില്ല. പിന്നെ ആരും ചോദിക്കൂലല്ലോ. മണ്ഡപത്തിലൊക്കെ ഏതെങ്കിലും ഒരുത്തനെ ഈ ആരോടോ എവിടുന്നാന്ന് ചോദിച്ചു, ഏതോ ഒരു കുരുത്തക്കേടിനെ അവന് പുതിയാപ്പിളേറ്റ് എന്തോ ഒരു ബന്ധം, പുതിയാപ്പിള എയർപോർട്ടിൽ വിട്ടുകൊടുത്ത ആളായിരിക്കും ചിലപ്പോ. അതുണ്ടെങ്കിൽ തന്നെ ആ കല്യാണം കൊളാവും അല്ലേ? പുതിയാപ്പിളിന്റെ ആൾക്കാരെ തടഞ്ഞു വെച്ചു, സിന്ദാബാദ് എന്നതായിരിക്കും അവിടെ വിഷയം. അതുകൊണ്ട് പിന്നെ ആരും മുതിര ചോറല്ലേ വെച്ചു പോയിക്കോട്ടെ. ചെറുപ്പക്കാരെ, സമ്മതല്ലാതെ ഒരു ചോറുങ്ങൾക്ക് അള്ളാഹ് ഹലാലാക്കി തരില്ല. വെറുതെ എന്ത് ചെയ്യണ്ട, തടി ഹറാമില് കൊണ്ടുപോകരുത്, ഹറാമായി പരിപോഷണം ചെയ്യാം. പ്രത്യേകിച്ച് ടൗണിലൊന്നും കല്യാണ മണ്ഡപങ്ങളിൽ ആരും കല്യാണം വെക്കാൻ പേടിയാണ്. കുറച്ച് ടൗണിൽ നിന്ന് വിട്ടു ബസ് ഇറങ്ങി വരാൻ പറ്റുന്ന സ്ഥലമാണോ കുടുങ്ങി, ബൈക്കൊക്കെ നിർത്താൻ പറ്റുന്ന ഇടക്കൊക്കെ പെട്ടെന്ന് കാണുന്ന മണ്ഡപങ്ങളാണോ കല്യാണമൊക്കെ പൊളിഞ്ഞു. ചിലപ്പോ അങ്ങനെയാ ഉണ്ടാവുക. മഴക്കാലത്ത് കല്യാണം വെച്ചാൽ കഴിഞ്ഞു, ഇത്രയാ ഭക്ഷണം കഴിക്കുന്നത്. വിളിക്കാതെ പോവാണേ, വിളിക്കാതെ പോയിക്കൂടാ. സുഹൃത്തുക്കൾക്ക് പോവാം. എങ്ങനെ? ഞാൻ ചെല്ലുന്നത് അയാൾക്ക് ഇഷ്ടമാണ്, അങ്ങനെ അതിന് കോമൺ സെൻസേ വേണ്ടതുള്ളൂ. ഞാൻ ചെല്ലുന്നതൊക്കെ ഇഷ്ടമാണോ അല്ലേ? കോമൺ സെൻസ് ഉപയോഗിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന വിഷയമാണ്. അങ്ങനെയെങ്കിൽ എന്നെ വിളിക്കാൻ മറന്നതായിരിക്കും, ഞാൻ പോവട്ടെ, അങ്ങനെ ചെല്ലണം എന്നാണ്. ആ വിവാഹ ദിവസം നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ. അതാണ്, നിങ്ങൾ ആരും വെറുപ്പുണ്ടാക്കരുത്. സന്തോഷിച്ചു പിരിയേണ്ട ദിവസമാണത്. അന്ന് നിങ്ങൾ വെറുത്ത് തെറ്റിപ്പിരിയല്ലേ.